പ്രീതികാരൻ സുഹൃത്തുക്കളെ, ഏവർക്കും കേരള ടെക്സ്റ്റ് ബുക്കിലേക്ക് സ്വാഗതം. നമ്മൾ നവോത്ഥാനത്തിന്റെ പരമ്പര ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ. അപ്പോ ഇന്നത്തെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: വേദാരണ്യം ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നവോത്ഥാന നായകൻ ആരാണ്? വേദാരണ്യം ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നവോത്ഥാന നായകൻ പറയാമോ ആർക്കെങ്കിലും? എനി ഐഡിയ? ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ക്ലൂ തരാം. ഇദ്ദേഹം വേദാരണ്യത്ത് ഉപ്പ് സത്യാഗ്രഹത്തിൽ 1930 പങ്കെടുക്കുക അല്ലെ. പക്ഷെ നേതാവ് ഇദ്ദേഹം ഒന്നും അല്ല, നമുക്കറിയാം. ഇദ്ദേഹം ജനിച്ചത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയാണ്. യഥാർത്ഥ പേര് ആനന്ദ ഷേണായി എന്നായിരുന്നു. അപ്പോ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ ജനിച്ച നവോത്ഥാന നായകൻ, അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ആനന്ദ ഷേണായി. 1928 നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന പ്രവർത്തന കേന്ദ്രമായ വർക്കല ശിവഗിരിയിലെത്തുകയും അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്തു. ശിഷ്യത്വം സ്വീകരിച്ചപ്പോൾ അദ്ദേഹം മറ്റൊരു പേര് സ്വീകരിച്ചു. ആ പേരിലാണ് നവോത്ഥാനത്തിൽ അദ്ദേഹം അറിയപ്പെടുക. 1928 ശിവഗിരിയിലെത്തി ശിഷ്യത്വം സ്വീകരിച്ച ഇദ്ദേഹത്തെ ശ്രീനാരായണ ഗുരുവിന്റെ അവസാന ശിഷ്യനായിട്ടാണ് കണക്കാക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്വാമി നിത്യ ചൈതന്യതി പഠിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, ആരാണ് ശ്രീനാരായണ ഗുരുവിന്റെ അവസാന ശിഷ്യൻ? ആ ശിഷ്യൻ തന്നെയാണ് വേദാരണ്യത്ത് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നവോത്ഥാന നായകനും. അദ്ദേഹം തന്നെയാണ് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ ജനിച്ചത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരാണ് ആനന്ദ ഷേണായി എന്ന് പറയുക. അപ്പൊ 1928 ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യത്വം സ്വീകരിച്ചു. അങ്ങനെ ശ്രീനാരായണ ഗുരുവിന്റെ അവസാന ശിഷ്യനായിട്ട് മാറുകയും ചെയ്തു. ഇദ്ദേഹം 1928 ഗാന്ധിജിയെ സന്ദർശിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഇദ്ദേഹം പാലക്കാട് നിന്ന് കാൽനടയായിട്ട് വെറും പാദം കൊണ്ട് യാത്ര ചെയ്തു എന്ന് പറയാം. അപ്പൊ കാൽനട യാത്രയെന്നോ അല്ലെങ്കിൽ പദയാത്രയെന്നോ പറയാം. കാൽനട യാത്രയായിട്ട് അല്ലെങ്കിൽ പദയാത്രയായിട്ട് ഇദ്ദേഹം ഇവിടെ പോവാണ്? ഗാന്ധിജിയുടെ ആശ്രമത്തിലേക്ക്. ഗാന്ധിജിയുടെ ആശ്രമം അദ്ദേഹം 1915 സബർമതി നദിക്കരയിൽ ആരംഭിച്ച ആശ്രമമാണ്. എന്താ ആശ്രമത്തിന്റെ പേര്? സബർമതി ആശ്രമം തന്നെ. അപ്പൊ പാലക്കാട് നിന്ന് സബർമതി ആശ്രമത്തിലേക്ക് പദയാത്ര സംഘടിപ്പിച്ചു. ഏത് വർഷം? 1928. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇദ്ദേഹം വർക്കല ശ്രീനാരായണ ഗുരുവിന്റെ പ്രവർത്തന കേന്ദ്രമായ ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യത്വം സ്വീകരിക്കുന്നതും 1928 തന്നെ. അതേ തുടർന്നാണ് ഇദ്ദേഹം എങ്ങോട്ട് പോവുക? ഗാന്ധിജിയെ കാണണം എന്ന അതിയായ ആഗ്രഹവുമായിട്ട് പാലക്കാട് നിന്ന് സബർമതിയിലേക്ക് പദയാത്ര സംഘടിപ്പിക്കുക, അഥവാ കാൽനടയായിട്ട് സഞ്ചരിക്കുക. തുടർന്ന് ഗാന്ധിജിയെ കണ്ടുമുട്ടുന്നു. ഗാന്ധിജിയുടെ സത്യാഗ്രഹ രീതികളിൽ ഇദ്ദേഹം താല്പര്യം പ്രകടിപ്പിക്കുകയും അതിൽ പിൽക്കാലത്ത് പങ്കെടുക്കുകയും ചെയ്യുമെന്ന് ഗാന്ധിജി അറിയിക്കുന്നു. തുടർന്ന് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയില് എന്താരംഭിച്ചിരുന്നു? ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചിരുന്നു. ആ ഉപ്പ് സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ആനന്ദ ഷേണായി എന്ത് ചെയ്യുന്നു? 1930 വേദാരണ്യത്ത് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. ഇനി ഇദ്ദേഹത്തിന്റെ പേര് ആർക്കെങ്കിലും അറിയാമോ? കുറച്ചുപേര് ഇടയ്ക്കൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പറയൂ ആർക്കെങ്കിലും. യെസ്, സ്വാമി ആനന്ദ തീർത്ഥൻ അല്ലെ. അപ്പൊ സ്വാമി ആനന്ദ തീർത്ഥൻ ജനിച്ചത് എവിടെയാ? കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി. സ്വാമി ആനന്ദ തീർത്ഥന്റെ യഥാർത്ഥ പേര് ആനന്ദ ഷേണായി എന്നായിരുന്നു. ആനന്ദ ഷേണായി 1928 വർക്കല ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും സ്വാമി ആനന്ദ തീർത്ഥൻ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. ശ്രീനാരായണ ഗുരുവിന്റെ അവസാന ശിഷ്യനായിരുന്നു സ്വാമി ആനന്ദ തീർത്ഥൻ. സ്വാമി ആനന്ദ തീർത്ഥൻ അഥവാ ആനന്ദ ഷേണായി പാലക്കാട് നിന്ന് സബർമതി ആശ്രമത്തിലേക്ക് പദയാത്ര സംഘടിപ്പിച്ചു. ഗാന്ധിജിയെ സന്ദർശിച്ചു. 1930 തമിഴ്നാട്ടിലെ ഉപ്പ് സത്യാഗ്രഹ കേന്ദ്രമായ വേദാരണ്യത്ത് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. ഇനി ഇദ്ദേഹത്തിന്റെ സാമൂഹിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണേ. ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് ഇദ്ദേഹം പയ്യന്നൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് 1931 ശ്രീനാരായണ വിദ്യാലയം ആരംഭിച്ചു.
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്വാമി നിത്യചൈതന്യതി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, സ്വാമി നിത്യചൈതന്യതിയുടെ ആശ്രമം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഫേൺ ഹിൽ, ഊട്ടിയിൽ അല്ലെ. സ്വാമി നിത്യചൈതന്യതിയുടെ പിൽക്കാല ഗുരുവായ നടരാജ ഗുരുവിന്റെ ആശ്രമം ഊട്ടിയിലാണ്. അതെന്ത് പേരിൽ അറിയപ്പെടുന്നു? നാരായണ ഗുരുകുലം അല്ലെ. അപ്പൊ നാരായണ ഗുരുകുലം ആരംഭിച്ചത് ആരാ? നടരാജ ഗുരുവാ. സ്വാമി ആനന്ദ തീർത്ഥൻ ആരംഭിച്ച വിദ്യാലയത്തിന്റെ പേര് എന്താണ്? ശ്രീ നാരായണ വിദ്യാലയം. സാമ്യമുള്ള പേരാണ്, അതുകൊണ്ട് പറഞ്ഞത് കേട്ടോ. അപ്പൊ നാരായണ ഗുരുകുലം ആരംഭിച്ചത് നടരാജ ഗുരുവാണ്. ശ്രീ നാരായണ വിദ്യാലയം സ്ഥാപിച്ചത് പയ്യന്നൂരിൽ 1931 ആരാണ്? നമ്മുടെ സ്വാമി ആനന്ദ തീർത്ഥന അഥവാ ആനന്ദശേണായാണ്. തുടർന്ന് ഇദ്ദേഹം ഒരു സംഘടന ആരംഭിച്ചു, ജാതി നാശിനി സഭ. ഈ ജാതി നാശിനി സഭ ആരംഭിക്കുന്നത് 1933 എന്തിനു വേണ്ടിയാണ് ജാതി നാശിനി സഭ ആരംഭിച്ചതെന്ന് ചോദിച്ചാല്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സഹകരണത്തോടുകൂടി കേരളത്തിലെ ജാതി വ്യവസ്ഥക്കെതിരെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സംഘടനയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിന്തുണ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ സംഘടനയിലൂടെ മിശ്ര വിവാഹം പ്രോത്സാഹിപ്പിക്കുവാനും മിശ്ര വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന അനന്തര സന്തതികൾ ജാതി ഇല്ല എന്ന രീതിയിലേക്ക് മാറുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന് തുടക്കം കുറിക്കണമെന്നതായിരുന്നു ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം. ജാതിയുടെ പേര് പറയേണ്ട ആവശ്യമില്ല, ജാതി ഇല്ലാത്ത സമൂഹം സൃഷ്ടിക്കണം. നമ്മുടെ പോർച്ചുഗീസുകാര് തുടക്കം കുറിച്ച ഒരു സമ്പ്രദായമായിരുന്നു സങ്കരവാസ സങ്കേതങ്ങൾ അല്ലെ. നിങ്ങൾ യൂറോപ്യന്മാരുടെ ആഗമനം പഠിക്കുമ്പോൾ പഠിക്കുന്ന ഒരു പോയിന്റാണ്. പോർച്ചുഗീസ് അധീന പ്രദേശങ്ങളിൽ സങ്കരവാസ സങ്കേതങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പരിശ്രമിച്ചത് ആരായിരുന്നു? ആൽബുക്കർക്ക് ആയിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം മിശ്ര വിവാഹം പ്രോത്സാഹിപ്പിച്ചു അല്ലെ. ഇവിടെ വിവിധ ജാതിയിൽപ്പെട്ടവര് വിവാഹം കഴിച്ചു കഴിഞ്ഞാല് ഒരു മിശ്രിത സാമൂഹിക വ്യവസ്ഥ തുടക്കം കുറിക്കുകയും ജാതി ഇല്ലാതായി മാറുമെന്നും ആര് വിശ്വസിച്ചു? സ്വാമി ആനന്ദ തീർത്ഥൻ. ഞാൻ പറഞ്ഞു, ഇതിന് ആരുടെ സഹകരണം ഉണ്ടായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ. ആ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാന നേതാവാണ് കെ കേളപ്പൻ. അതുകൊണ്ട് ഈ സംഘടനയുടെ ആദ്യ പ്രസിഡന്റായി നിയമിച്ചത് ആരെയായിരുന്നു? കെ കേളപ്പനെ. ഇതിന്റെ പൂർണ്ണ ചുമതല സ്വാമി ആനന്ദ തീർത്ഥനാണ്, സ്ഥാപകൻ ആനന്ദ തീർത്ഥനാണ്. എന്നാൽ ആദ്യ പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ കേളപ്പന്റെ പേര് പറയണം. ഓക്കെ. അപ്പോ സാമൂഹ്യ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സ്വാമി ആനന്ദ തീർത്ഥൻ രണ്ട് കാര്യങ്ങള്. ഒന്ന്, 1930 വേദാരണ്യം തുപ്പസത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. 1931 പയ്യന്നൂരിൽ ശ്രീനാരായണ വിദ്യാലയം ആരംഭിച്ചു. 1933 ഒരു സംഘടന ആരംഭിച്ചു, ജാതിനാശിനി സഭ. ഈ ജാതിനാശിനി സഭയിലൂടെ മിശ്രവിവാഹം പ്രോത്സാഹിപ്പിച്ചു. അതിന്റെ ആദ്യത്തെ പ്രസിഡന്റായി നിയമിക്കപ്പെട്ടത് ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാന നേതാവായ കെ കേളപ്പനായിരുന്നു. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് പൂർണ്ണമായിട്ട് ഒന്ന് റിവിഷൻ ചെയ്ത് ഉറപ്പിക്കാം. ഓക്കെ. സ്വാമി ആനന്ദ തീർത്ഥൻ, ജന്മസ്ഥലം കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി, യഥാർത്ഥ പേര് ആനന്ദ ഷേണായി. 1928 ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യത്വം സ്വീകരിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ അവസാന ശിഷ്യനാണ്. പാലക്കാട് നിന്ന് സബർമതിയിലേക്ക് 1928 പദയാത്ര സംഘടിപ്പിക്കുകയും ഗാന്ധിജിയെ കണ്ടുമുട്ടുകയും ചെയ്തു. 1930 തമിഴ്നാട്ടിലെ വേദാരണ്യത്ത് ഉപ്പുസത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. ഇദ്ദേഹം തുടക്കം കുറിച്ച വിദ്യാലയം ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് ശ്രീനാരായണ വിദ്യാലയം, പയ്യന്നൂർ, 1931. ഇത് ആരംഭിച്ച സംഘടനയുടെ പേരെന്താണ്? ജാതിനാശിനി സഭ, 1933. ഈ ജാതിനാശിനി സഭയിലൂടെ മിശ്ര വിവാഹം പ്രോത്സാഹിപ്പിച്ചു. ഒരു സങ്കരവാസ സങ്കേതമാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത്, ജാതിയില്ലാത്ത സമൂഹം കെട്ടിപ്പടുക്കുക. അതിന്റെ ആദ്യ പ്രസിഡന്റായി നിയമിച്ചത് കെ കേളപ്പനെ. ഓക്കെ അല്ലേ? അപ്പൊ പ്രിയോദ്യോഗാർത്ഥികളെ, ഇപ്പൊ PSC ചോദിച്ചുകൊണ്ടിരിക്കുന്ന നവോത്ഥാന മേഖലയിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത്തരം പ്രധാനപ്പെട്ട, അതായത് വളരെ കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ട നവോത്ഥാന നാഗരികയാണ് പരീക്ഷയിൽ ഉൾക്കൊള്ളിക്കുക. താഴെ പറയുന്ന സൂചനകളിൽ നിന്ന് നവോത്ഥാന നായകനെ തിരിച്ചറിയുക എന്നൊക്കെയാണ് PSC ചോദ്യമായിട്ട് വരിക. അപ്പോൾ പ്രിയോദ്യോഗാർത്ഥികളെ കൃത്യമായി പഠിച്ചു പോവുക. ഈ ഒരു ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും പ്രയോജനപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ കാര്യം കമന്റായി രേഖപ്പെടുത്തുക. നമുക്ക് തുടർന്നും ഇത്തരം ക്ലാസ്സുകൾ തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാം.
ഇല്ല, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ക്ലാസ് താല്പര്യമില്ല, മറ്റു തരത്തിലുള്ള ക്ലാസ് ആണ് താല്പര്യമെങ്കിൽ അക്കാര്യവും ദയവായി കമന്റ് ചെയ്യുക. നമുക്ക് അതനുസരിച്ച് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാം. നമ്മൾ ടോപ്പിക് ബേസ് ഇത്തരത്തിൽ പൂർണ്ണമായും മനസ്സിലാക്കുന്ന രീതിയിൽ കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് നമ്മുടെ പെയ്ഡ് ക്ലാസ്സുകളിൽ പഠിപ്പിക്കുക. ഇപ്പം നിലവിൽ ഏതൊക്കെ കോഴ്സാണ് പെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇൻഫോം ചെയ്യാം. സാധിക്കുന്നവരെ പ്രയോജനപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുക. ഇപ്പം നിലവിലുള്ള പെയ്ഡ് കോഴ്സുകൾ ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സമ്പൂർണ്ണമായ സിലബസ് കവർ ചെയ്യുന്ന കോഴ്സും അതോടൊപ്പം തന്നെ റിവിഷൻ കോഴ്സും ചേർത്ത് 2 കോഴ്സുകൾ ഒരുമിച്ച് രാജേഷ് എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് 1999 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. 10th ലെവൽ മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കാണെങ്കിൽ 100% സിലബസ് കവർ ചെയ്തിട്ടുള്ള കോഴ്സും അതോടൊപ്പം റിവിഷൻ കോഴ്സും ചേർത്ത് രണ്ടും ചേർത്തിട്ട് 999 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ദേവസ്വം ബോർഡ് LDC പരീക്ഷ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ഏപ്രിൽ 15 തൊട്ട് ഈ ഒരു കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. രാജേഷ് എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് 899 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. സിവിൽ പോലീസ് ഓഫീസർ, അതായത് പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് രാജേഷ് എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് 599 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ രാജേഷ് എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് 599 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഫയർമാൻ കോഴ്സിന് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ രാജേഷ് എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് 499 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. തീർച്ചയായിട്ടും പെയ്ഡ് ക്ലാസ്സിലേക്ക് വരിക. നമുക്ക് സമ്പൂർണ്ണമായിട്ട് പഠിച്ചുറപ്പിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് കണ്ടുമുട്ടാം. ക്ലാസ് പ്രയോജനപ്പെട്ടുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. അവരും കൃത്യമായി പഠിച്ചുറപ്പിക്കട്ടെ. നന്ദി.